എന്നെ ഒറ്റയ്ക്ക് വിട്ടാ ഞാൻ എവിടെ പോവെന്നും പിന്നെന്താ നടക്കുമെന്നും നിങ്ങൾക്ക് നന്നായി അറിയാലോ അല്ലേ? വീണ്ടും നിങ്ങൾ തന്നെ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങോട്ട് മാറിയിരിക്കും. ഭീഷണിപ്പെടുത്താൻ നിനക്ക് നന്നായിട്ട് അറിയാലോ. ഇറങ്ങങ്ങോട്ട്. മാല പോയപ്പോ നീ ഇത്രയും വിഷമിക്കുന്നെങ്കിൽ ഈ ബാഗ് പോയ എന്തുമാത്രം വിഷമിച്ചാണ്. നടക്കണം കാറുള്ള റാസ്കൽ. എന്തുപറ്റി സാർ, ഞാൻ CA സാറിന്റെ അടുത്ത് പോയിട്ട് വരികയായിരുന്നു. വഴിയിൽ അവന്റെ പരിങ്ങൽ കണ്ടപ്പോ സംശയം തോന്നി സാർ. എന്താന്ന് ചോദിച്ചപ്പോ ഓടാൻ നോക്കി സാർ. സംശയം തോന്നി പൊക്കിയതാ സാർ. ഈ ബാഗ് ഇവൻ മോഷ്ടിച്ചതാ സാർ. അതിലെന്താ ഉള്ളത്? നോക്കില്ല സാർ. ഇതിലെന്താ ഉള്ളത്? ഞാനും നോക്കിയില്ല സാർ. ഇങ്ങെടുക്ക. ഇതാ സാർ. സേതു സാറേ, സാർ, ആ ഫയലിംഗ് എടുത്തുണ്ടോ? ഏത് ഫയലാ സാർ? C-120. ശരി സാർ. സാർ ആ ബാഗ് ഞാൻ മോഷ്ടിച്ചതല്ല സാർ. അത് ഒരിടത്തു നിന്ന് കിട്ടിയതാ. എവിടെ നിന്നാ കിട്ടിയത്? അത് നമ്മുടെ കവലയിൽ നിന്ന് കിട്ടിയതാ സാർ. ഈ നാട്ടിന്നോ? അതെ സാർ. അതായത് എന്നെ തേടി നമിത ഈ നാട്ടിൽ വന്നു എന്നർത്ഥം. ഈ ബാഗ് നഷ്ടപ്പെടുത്തിയ ആളെ നീ കണ്ടിരുന്നോ? ഞാൻ കണ്ടു സാർ. അവര് റോട്ടിൽ തലകറങ്ങി വീണു. അപ്പോൾ ബുള്ളറ്റിൽ വന്ന ഒരാള് അവരെയും കൂട്ടിക്കൊണ്ട് പോയി സാർ. ബുള്ളറ്റ് എന്ന് പറയുമ്പോ ഒരു സീറ്റ് അഡീഷണൽ ഉണ്ടാവും. ഓടിച്ചിരുന്ന ആള് മുണ്ടാണ് ഓടിച്ചിരുന്നത്. അതെ സാർ, അത് തന്നെ. നീ പോ സാർ. നിന്നോട് പോവാനാ പറഞ്ഞ. ഞാൻ നിന്നെ വെറുതെ വിടുന്നു. പോ. മേലാൽ എന്റെ കണ്ണിപ്പെട്ടു പോരുത്. പോ. ശരി സാർ. അവിടെ നിൽക്കാൻ. സാർ, എന്താ സാർ അവനെ വിട്ടുകളഞ്ഞേ? ഇതൊരു പെറ്റി കേസാ. ഇതിന് കംപ്ലൈന്റ് കൊടുക്കാനൊന്നും ആരുമില്ല. വെറുതെ വിട്ടേക്ക്. ഈ ബാഗ് കണ്ടപ്പോ ദേവരാജ് സാറിന്റെ മുഖത്ത് ടെൻഷൻ കാണുന്നല്ലോ. ആ ബാഗിലുണ്ടായിരുന്ന ഫോട്ടോ കണ്ടപ്പോ വല്ലാതായി. ആ കള്ളനെയും വെറുതെ വിട്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ ഒന്നുണ്ട്. എന്തായിരിക്കും അത്? ഈ വീട് തന്നെയാ. ഇവിടെ നിനക്ക് ആരെ കാണാനാണെന്നും എന്ത് നേടാനാണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്ക് ചേട്ടാ. വാ ശിവാനി. ഹലോ ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെ കാണാനാ? നമിത എന്നൊരു പെൺകുട്ടി ഇവിടെ ആയിരുന്നില്ലേ? നിങ്ങളുടെ ഫ്രണ്ടാണോ ബന്ധുവാണോ? അവള് എൻ്റെ അമ്മായിയുടെ മകളാണ്. എൻ്റെ അനിയത്തിയെ പോലെ. എന്താ അനിയ? നിങ്ങളുടെ അനിയത്തിക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തുകൂടെ? എന്തു പറ്റി ചേട്ടാ? പഠിക്കാൻ അയക്കുന്നതാണോ അതോ ജോലിക്ക് അയക്കുന്നതാണോ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ വീട്ടിൽ 2 വർഷം ഉണ്ടായിരുന്നു. ഞാനാ റെന്റ് കൊടുത്തത്. ഇടയ്ക്കിടയ്ക്ക് ഒരു പയ്യനും കാണാൻ വരുമായിരുന്നു. ആരെന്ന് ചോദിച്ചപ്പോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണെന്നാ പറഞ്ഞത്. നമിത എന്താ ഇപ്പൊ ഇവിടെ ഇല്ലേ? ഇന്നലെ ഇവിടുന്ന് വീടൊഴിഞ്ഞ് പോയതേ ഉള്ളൂ. അവളുടെ കൂടെ വരുന്ന ആ പയ്യനും 2 മാസമായിട്ട് വരാറില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പയ്യൻ അവളെ ചതിച്ചതുകൊണ്ട് അവൾ പോലീസ് കംപ്ലൈന്റ് കൊടുത്തെന്നാ തോന്നുന്നത്.
ഈ പ്രശ്നങ്ങളിലൊന്നും തലയിടാൻ കഴിയാത്തതുകൊണ്ടാണ് വീടൊഴിഞ്ഞ് പോകാൻ പറഞ്ഞത്. അയാളെ കാണാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ചേട്ടന്റെ കയ്യില് ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എന്തിനാ അവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുന്നത്? ആള് നല്ല ഹൈറ്റ് ഉള്ളതാണ്. അയാളുടെ പേരെന്താ? പേരെനിക്കറിയില്ല കേട്ടോ. എന്ത് ജോലിയാണെന്നും അറിയില്ല. നല്ലൊരു ചാൻസാ മിസ്സായത്. ശിവാനി പോ. അനിയ, ഇതിനോടകം നിന്റെ അനിയത്തി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഇനിയെങ്കിലും അവളോട് വളരെ ശ്രദ്ധിക്കാൻ പറയണം. ഒരു പെണ്ണിന് ചീത്തപ്പേര് വന്നാൽ പിന്നെ അത് മാറ്റാൻ കഴിയില്ല. ഹലോ, ആ ചേട്ടാ, ആ പറഞ്ഞോ. ആ കേൾക്കുന്നുണ്ട്. ആ ഞാൻ നോക്കിക്കോളാം. ആ ശിവാനി പോ. ശിവാനി, അവൾ ആരാണെന്നോ നീ അവളെ പറ്റി എന്തിനാ ഇങ്ങനെ അന്വേഷിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം ചേട്ടാ. അതിന് ആദ്യം തെളിവെല്ലാം വേണം. എന്തോ എല്ലാം ഒരു പൊരുത്തക്കേട് പോലെ തോന്നുന്നു എനിക്ക്. അവളെ ഏതോ ഒരുത്തൻ ചതിച്ചുവെന്ന് അയാൾ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ വല്ലാത്ത വിഷമം തോന്നി എനിക്ക്. നീ കേറ്. ശിവാനി, ഇവളെന്തിനകത്ത് കയറി പോകുന്നേ? ശിവാനി, നിനക്കെന്താ വട്ടായോ? അയാൾ എങ്ങനെ കണ്ട വെറുതെ ഇരിക്കും? ഇനി പ്രശ്നമാവും ശിവാനി. ചേട്ടാ ഒരു മിനിറ്റ്. ഇനിയെങ്ങാനും അവളെ പറ്റിച്ച ആ പയ്യന്റെ ഫോട്ടോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? നമുക്ക് നോക്കാം. അവൻ ആരാ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാതെ. ഈ കല്യാണ സമയത്ത് തന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാവുന്നു. നിന്റെ കല്യാണം നടക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ സഹോദരിയുടെ കല്യാണക്കാരി ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തോ? ശിവാനി, നിന്റെ അടുത്താ ഞാൻ പറയുന്നത്. ചേച്ചി, സേഫ്റ്റി പിൻ തൊട്ട് പൊട്ട് വരെയുള്ള എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചു വെച്ചാ നാളെ കല്യാണത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെ, ലക്ഷ്മി ചേച്ചിയുടെ കല്യാണത്തിന് ഒരുപാട് ആളുകൾ ഉണ്ടാകും. പക്ഷെ നമ്മളെ സഹായിക്കാൻ ആരും കാണില്ല. ചേച്ചി നോക്ക്, എല്ലാം കറക്റ്റ് ആണെന്ന് ചെക്ക്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് ഇതിൽ മാർക്ക് ചെയ്തിട്ട് നന്ദുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ഏട്ടൻ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോ വാങ്ങിയിട്ട് വരും. കിട്ടാത്തത് പോലും വാങ്ങിയിട്ട് വരും. പുറത്തു നിന്ന് അയാൾ പൂട്ടിട്ട് പോയി എന്നാ എനിക്ക് തോന്നുന്നത്. ഫേസ് പാക്ക് റെഡി. നീ ഫോൺ നോക്കി എന്തോ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുവല്ലേ? എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം തേനീച്ച കടിച്ചതുപോലെയായി മാറും. ഏയ്, ഇത് ഓർഗാനിക് ഫേസ് പാക്ക് ആടി. ചേച്ചിയിട്ട പേരായിരിക്കും. ശരി, ആദ്യം ഞാനിടാം. എനിക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ നിങ്ങൾ ആരും ഇടണ്ട. എന്തിനാ ചിരിക്കുന്നേ? ചേച്ചി
അല്ലെങ്കിൽ തന്നെ ചേച്ചിയുടെ കവള് മത്തങ്ങ പോലെ ഇരിപ്പുണ്ട്. ഇനി എന്തെങ്കിലും റിയാക്ഷൻ ആയെന്ന് വിചാരിച്ചോ, പിന്നെ മത്തങ്ങയെക്കാളും വലുതായിരിക്കും ചേച്ചിയുടെ മുഖം. നിന്നെ അങ്ങനെയൊന്നും പറയാതെ. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ബാ ഇവിടെ ഇരിക്കെ. ഇരിക്കെ. ഗൗരി, പോയി കുടിക്കാൻ വെള്ളം കൊണ്ടുവാ. ഒന്നുകൊണ്ട് പേടിക്കണ്ട. നീ റോഡിൽ നടന്നു വന്നപ്പോ തലകറങ്ങി വീണു. എന്റെ ഏട്ടനെ അത് കണ്ടിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. ഡോക്ടറും വന്ന് ഇയാളെ നോക്കിയിട്ടാ പോയത്. ഇപ്പൊ എങ്ങനെയുണ്ട്? നിനക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അല്ല, നിങ്ങളുടെ നാട് എവിടെയാ? അതൊക്കെ വിട്ടേക്ക്. ചേച്ചി ഈ വീട്ടിൽ തന്നെ വന്നത് നല്ല കാര്യമായി. എന്താന്നറിയാമോ, ഞങ്ങളുടെ ലക്ഷ്മി ചേച്ചിയുടെ കല്യാണം വരുന്നേ. അല്ല, നിങ്ങൾ എന്തിനാ ഈ നാട്ടിലേക്ക് വന്നത്? എന്നെ പറഞ്ഞു പറ്റിച്ച ആ മനുഷ്യൻ ഈ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞാ ഞാൻ വന്നത്. അയാളെ എനിക്ക് കണ്ടുപിടിക്കണം. ആരാ? എന്താ പേര്? അയാളുടെ പേര് ചേച്ചി. ചേച്ചി, അയ്യോ അയ്യോ ചേച്ചി, ചേച്ചി സൂക്ഷിക്കണ്ടേ? പതുക്കെ എടുത്താ പോരെ. നിലത്ത് വെള്ളം കിടന്നോ? ഞാൻ കണ്ടില്ല. ഇടിയൊന്നും കിട്ടിയില്ലല്ലോ ചേച്ചി? ഇല്ല ഇല്ല. ദേവരാജൻ, എന്നെ ചതിച്ച ഇയാള് എന്നെ സഹായിച്ച് ഇവരുടെ ജീവിതം നശിപ്പിക്കാൻ പോവാണോ? ലക്ഷ്മി കല്യാണം കഴിക്കാൻ പോകുന്നത് ദേവരാജനെയാണോ? ഒരു കാരണവശാലും ഈ കല്യാണം നടക്കാൻ പാടില്ല. ഞാനതിന് സമ്മതിക്കില്ല. ആരെങ്കിലും ഒന്ന് വാതിൽ ഓർക്ക്. ഹലോ, ആരെങ്കിലും ഈ വാതിലൊന്ന് ഓർക്ക്. ആരെങ്കിലും ഉണ്ടോ അവിടെ? ചേട്ടാ, നിന്റെ ഫോണിൽ തന്നെ. സോറി ചേട്ടാ, ഞാൻ ഫോൺ മറന്നു വെച്ചിട്ടാ വന്നേ. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ആരെങ്കിലും ഫോൺ ചെയ്ത് വിളിച്ചു വരുത്താന്ന് വെച്ചാൽ അതിന് പോലും പറ്റാത്തൊരു അവസ്ഥയാണ്. ദൂരേക്കൊരു യാത്ര പോകുന്ന സമയത്തെങ്കിലും നിന്റെ ഫോൺ എടുക്കുന്നുള്ള ബോധം നിനക്കില്ലേ? നിങ്ങളുള്ളപ്പോ എനിക്ക് എല്ലാം ഉള്ളതുപോലെയാ ചേട്ടാ. അതുകൊണ്ടാ കാശ് പോലും എടുക്കാതെ വന്നത്. ഈ വീടിനത് പെട്ടു. ഇനി പണം ഉണ്ടായാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കതക് തുറക്ക്. ഹലോ, ആരെങ്കിലും ഉണ്ടോ അവിടെ?
ഞങ്ങൾ ഇതിനകത്ത് പെട്ടുപോയി. ഒന്ന് ചേട്ടാ ഒന്ന് തുറക്കോ ചേട്ടാ. ഹലോ ചേട്ടാ, കഥ ഒന്ന് തുറക്കോ. അവിടെ ആരെങ്കിലും ഉണ്ടോ ചേട്ടാ? ചേട്ടാ ചേട്ടാ ചേട്ടാ, നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ആരോഗ്യം കേടാക്കാൻ നിക്കാതെ. ആ കഥക്ക് നല്ല ബലമുള്ളതാ. ചേട്ടാ എന്തിനാ അങ്ങനെ നോക്കുന്നേ? ഉത്സവത്തിൽ വെച്ച് നമ്മുടെ ദേവിയുടെ വിഗ്രഹം എടുത്ത ആളാ ചേട്ടൻ. ഇപ്പോ ഈ ചെറിയ പ്രശ്നം ഓർത്തിട്ട് ഇങ്ങനെ ആവലാതിപ്പെടുവാണോ? കുറച്ച് കഷ്ടം തന്നെ ചേട്ടാ. അപ്പൊ നിങ്ങള് ദൈവഭക്തിയിലായിരുന്നു, ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കൂടെയാ ഉള്ളത്. ഒന്നും വെച്ച് തന്നോണ്ടല്ലോ നിനക്ക്. പോയി നിന്റെ മുഖം ചുമരിലൊട്ടിയിരിക്കും. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്നോട് വഴക്കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സമയം പോവില്ലെന്ന് തോന്നുന്നു. നിന്നോട് എന്നെ പറഞ്ഞാ മതിയല്ലോ. അയ്യോ, അതെ, നാളെ രാവിലെയെങ്കിലും കല്യാണ ഒരുക്കങ്ങൾ തുടങ്ങി വെക്കണം. നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നാലേ ഈ കല്യാണം അങ്ങ് മുടങ്ങിപ്പോവും. ഹാ, എന്റെയാണോ? നിനക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം ഇതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്റെ സഹോദരി മനസ്സോടെ ഈ കല്യാണത്തിന് തയ്യാറായി നിൽക്കുക. അതിന് നിങ്ങൾ മാത്രം വിചാരിച്ചാ പോരല്ലോ. എന്താണോ സംഭവിക്കേണ്ടത് അത് തന്നെ സംഭവിക്കും. എല്ലാം നേരത്തെ എഴുതി വെച്ച കാര്യങ്ങളാ. ഇപ്പൊ കണ്ടില്ലേ, അയാൾ ഇങ്ങനെ കഥക് പൂട്ടിയിട്ട് പോകുന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞോ? നമ്മളിപ്പോ കാസർഗോഡ് വരാതെ അവിടെ വീട്ടിൽ തന്നെ ഇരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമായിരുന്നോ? എന്റെ സഹോദരിയുടെ കല്യാണം അങ്ങനെ മുടങ്ങിയ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല, നോക്കിയോ. എന്റെ കല്യാണം നിർത്താൻ വേണ്ടിയല്ലേ ഇതൊക്കെ? നീ മിണ്ടായിരിക്കുന്നുണ്ടോ? അല്ല, നിന്റെ വല്യച്ഛനെ പോലെ നിനക്കും എന്നോട് തീർത്താ തീരാത്ത വല്ല പകയുണ്ടോ? ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചുവിടെ നിൽക്കുക. ഒരു ടെൻഷനും ഇല്ലാതെ ഇങ്ങനെ തിന്നോണ്ടിരിക്കാൻ നിനക്ക് ഒരു നാണവും ഇല്ലടി. ഞാൻ ആ വീട്ടിലില്ലാത്തതുകൊണ്ട് എന്റെ സഹോദരിമാരും ഒന്നും കഴിക്കത്ത് പോലുമില്ല. നീ ആണെങ്കിൽ അവിടെ കിടക്കുന്ന വല്ലതും എടുത്തങ്ങ് കഴിച്ചോണ്ടിരിക്കുക. അച്ചേട്ടാ, കുറച്ചും വെള്ളം എടുത്തിട്ട് വരുമോ? ഒരെണ്ണം വെച്ച് തന്നോണ്ടല്ലോ നിന്റെ മോന്തക്കിടും. എപ്പോഴും പെണ്ണുങ്ങൾ തന്നെ ജോലി ചെയ്യണോ? ആണുങ്ങൾ എന്താ ജോലി ചെയ്യില്ലേ? കുടിക്കാനല്ലേ വെള്ളം ചോദിച്ചത്? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിന്നെയുണ്ടല്ലോ. എന്തായി കാണിക്കുന്നത്? ഞാൻ നിന്നെ ചതിച്ചതോർത്ത് നീ ഫീലാവുകയാണല്ലേ? എന്റെ ജീവിതം മാത്രമല്ല, ലക്ഷ്മിയുടെ ജീവിതം കൂടി നീ നശിപ്പിക്കാൻ നോക്കുകയാണല്ലേ? ഓ, അപ്പൊ നിനക്കെന്റെ ഭാവി വധുവിന്റെ പേരും അറിയാല്ലേ? പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം കൂടി നശിപ്പിക്കാൻ നിനക്ക് നാണമില്ലേ? വെയിറ്റ്, ഇങ്ങോട്ട് നോക്ക് നമിത. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ നിമിഷവും ചീപ്പോ എനിക്ക് നാണമാകുന്നു എന്നൊക്കെ പറഞ്ഞു. നിന്നെ അങ്ങനെയൊക്കെ സ്നേഹിച്ച സമയത്ത് നീ വളരെ സന്തോഷവതിയായിരുന്നു. പിന്നെ എന്തിനാ ഇപ്പൊ എനിക്ക് നാണമില്ലെന്ന് ചോദിക്കുന്നു? ഇങ്ങനെ വാക്ക് മാറാൻ പാടില്ലല്ലോ നമിത. വാക്ക് മാറ്റുന്നത് നീയാ. എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് ഞാനാണ് നിന്റെ എല്ലാമെന്നും പറഞ്ഞ് എന്നെ നീ ജീവന തുല്യം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പറ്റിച്ച് എന്റെ ജീവിതം നശിപ്പിച്ചത് നീയാണ്. നിന്നെ വിട്ടുകഴിഞ്ഞാൽ സിംഗിളായിട്ട് തിരിച്ചു വരുന്ന ഞാൻ വിചാരിച്ച, പക്ഷെ ഡബിളായിട്ടാണല്ലോ വന്നത്. കണ്ടില്ലേ, ജീവന്റെ ജീവനായി സ്നേഹിച്ചു. അതുകൊണ്ട് 1+1 2 ആയിട്ട് ഇങ്ങ് പോന്നു. എന്നാൽ പ്രഗ്നന്റ് ആവാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ലേ നമിത? നിന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ കേസ് കൊടുക്കാൻ നോക്കി. അപ്പൊ ട്രാൻസ്ഫറും വാങ്ങി നീ ഈ നാട്ടിലേക്ക് വന്നു. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതിയല്ലേ?
ഇവിടെ വന്നപ്പോഴാ ഞാൻ അറിഞ്ഞത് ലക്ഷ്മിയും കൂടെ നീ എന്നെ പോലെ ബലിയാടാക്കാൻ പോവുകയാണെന്ന്. അവള് നിനക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാ? ഞാൻ പറയുന്നത് ആരെങ്കിലും അനുസരിക്കാതിരുന്ന എനിക്ക് നല്ല ദേഷ്യം വരും. എന്റെ കൂടെ ഒത്തൊരുമയോട് കൂടി ഇരുന്നില്ലെങ്കിൽ അവര് പിന്നെ എന്റെ ശത്രുവാണ്. നീ വന്നിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ, നമ്മൾ പരിചയപ്പെട്ടിട്ടും കുറച്ചു നാളെ ആയുള്ളൂ. എന്നാൽ ലക്ഷ്മിയാണെങ്കിൽ കുട്ടിക്കാലം മുതലേ എന്റെ ഈഗോയെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവളാണ്. അതുകൊണ്ടാണ് അവളുടെ ജീവിതം എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നോർത്ത് ഞാൻ ഈ കല്യാണം തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്കുള്ള പകയാ ഞാൻ ഈ കല്യാണത്തോടെ തീർക്കാൻ പോകുന്നത്.